അല്ല, ആളുകൾ പറയുന്നത് അതിനകത്തൊരു ആത്മാവ് കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ്. ഇതൊരു വെറും കെട്ടുകഥയാണെന്ന് കരുതരുത്. ചതിയുടെയും ദുരന്തത്തിന്റെയും ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ? നിങ്ങൾ എപ്പോഴെങ്കിലും വയനാട് ചുരം വഴി പോയിട്ടുണ്ടോ? എങ്കിൽ ഉറപ്പായും ആ കാഴ്ച കണ്ടിരിക്കും, അല്ലേ? ഒരു വലിയ മരം, അതിനു ചുറ്റും ഭാരമുള്ള ഇരുമ്പ് ചങ്ങലകൾ. എന്താവും അതിനു പിന്നിലെ കഥ? ശരിക്കും പറഞ്ഞാൽ വയനാടിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്ത കഥകളിലൊന്നാണത്. അപ്പോ ആ ചങ്ങലയുടെ രഹസ്യം അറിയണമെങ്കിൽ നമുക്ക് കുറേ കാലം പിന്നോട്ടു പോകണം. വിശ്വാസവും പിന്നെ അതിക്രൂരമായ ഒരു വഞ്ചനയുടെയും കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കഥയിലെ പ്രധാനപ്പെട്ട ആള്, അല്ലെങ്കിൽ നമ്മുടെ നായകൻ എന്ന് തന്നെ പറയാം, കരിന്തണ്ടനാണ്. പണിയ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ. വയനാടൻ കാടുകൾ എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് സ്വന്തം വീട് പോലെയായിരുന്നു. അവിടുത്തെ ഓരോ മരവും പുഴയും അദ്ദേഹത്തിന് മനഃപ്പാഠമായിരുന്നു. അപ്പൊ സംഭവം നടക്കുന്നത് 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ്. ബ്രിട്ടീഷുകാർക്ക് മലബാറിൽ നിന്ന് മൈസൂരിലേക്ക് എളുപ്പത്തിൽ എത്താനൊരു വഴി വേണം, വ്യാപാരത്തിനും പട്ടാളത്തെ കൊണ്ടുപോകാനുമൊക്കെ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വയനാടൻ കാടുകളും മലകളും ഭയങ്കര ദുർഘടമായിരുന്നു. അവർക്കൊരു വഴിയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ വഴിമുട്ടി നിന്നപ്പോഴാണ് ബ്രിട്ടീഷുകാർ നാട്ടുകാരുടെ സഹായം തേടാൻ തീരുമാനിച്ചത്. ആ തീരുമാനമാണ് കരിന്തണ്ടന്റെ ജീവിതം മാറ്റിമറിച്ചത്. കഥയുടെ ഗതി മാറുന്നത് ഇവിടെയാണ്. ബ്രിട്ടീഷുകാർക്ക് വഴി കാണിച്ചു കൊടുക്കാമെന്ന് കരിന്തണ്ടൻ സമ്മതിച്ചു. തന്റെ അറിവ് വെച്ച് അദ്ദേഹം അവർക്ക് ദുർഘടമായ മലനിരകളിലൂടെ ഒരു പുതിയ പാത തന്നെ ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ വഴി കിട്ടിക്കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാരുടെ തനിനിറം പുറത്തുവന്നു. ആ വഴി കണ്ടെത്തിയത് തങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ അവർ കരിന്തണ്ടനെ കൊന്നുകളഞ്ഞു. പക്ഷെ കഥ അവിടെ തീർന്നില്ല. കരിന്തണ്ടന്റെ ആത്മാവ് ആ ചുരത്തിൽ അലഞ്ഞു നടക്കാൻ തുടങ്ങി. ഒരുപാട് അപകടങ്ങൾ. ഒടുവിൽ ഒരു പുരോഹിതൻ വന്ന് ആ ആത്മാവിനെ ഒരു മരത്തിൽ ചങ്ങലക്കിട്ടൂന്നാണ് ഐതിഹ്യം. ശരിക്കും പറഞ്ഞ കരിന്തണ്ടന്റെ സഹായമില്ലായിരുന്നെങ്കിൽ അവർക്ക് ആ വഴി ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ലായിരുന്നു. അത്രയ്ക്ക് വൈദഗ്ധ്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആരും കടന്നു ചെല്ലാത്ത കാട്ടുവഴികളിലൂടെ അദ്ദേഹം ബ്രിട്ടീഷുകാരെ സുരക്ഷിതമായി അപ്പുറമെത്തിച്ചു. ഇന്ന് നമ്മൾ കാണുന്ന വയനാട് ചുരം റോഡിന്റെ ഒക്കെ അടിസ്ഥാനം അന്ന് അദ്ദേഹം തുറന്നുകൊടുത്ത ആ പാതയാണ്. പക്ഷേ ആ സഹായത്തിന് പകരമായി കരിന്തണ്ടന് കിട്ടിയതെന്തായിരുന്നു? ചതി. വഴി കണ്ടുപിടിച്ചതിന്റെ ഖ്യാതി മുഴുവൻ തട്ടിയെടുക്കാൻ അവരദ്ദേഹത്തെ ഇല്ലാതാക്കി. മരിക്കുന്നതിന് തൊട്ടുമുൻപ് കരിന്തണ്ടൻ ആ വഴിയെ ശപിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. ഈ വഴിയിലൂടെ ആരും സമാധാനമായി യാത്ര ചെയ്യില്ല എന്ന്. അതിനുശേഷം ആ ചുരം ഒരു പേടി സ്വപ്നമായി മാറി. സ്ഥിരമായ അപകടങ്ങൾ. പോകുന്ന വണ്ടികൾക്ക് പെട്ടെന്ന് കേടുപാടുകൾ സംഭവിക്കുന്നു. രാത്രിയായാൽ കാട്ടിൽ നിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുന്നു. യാത്രക്കാർക്ക് വഴി തെറ്റുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. കരിന്തണ്ടന്റെ ആത്മാവ് പ്രതികാരം ചെയ്യുകയാണെന്ന് നാട്ടുകാർ ഉറച്ചു വിശ്വസിച്ചു. അപ്പോ ഈ പ്രശ്നത്തിനൊരു പരിഹാരം വേണ്ടേ? നാട്ടുകാർ ഒരുപാട് പൂജകളൊക്കെ നടത്തി നോക്കി. ഒന്നും ഫലം കണ്ടില്ല. ഒടുവിലാണ് ഒരു മന്ത്രവാദിയെ കൊണ്ടുവരുന്നത്. അദ്ദേഹം കരിന്തണ്ടന്റെ ആത്മാവിനെ ആവാഹിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മരത്തിലേക്ക് മാറ്റി. പിന്നെ ആ ആത്മാവ് പുറത്തു വരാതിരിക്കാൻ ഭാരമുള്ള ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് ആ മരത്തെ ബന്ധിച്ചു. അങ്ങനെയാണ് ആ ചുരത്തിൽ അപകടങ്ങൾ കുറഞ്ഞതെന്ന് പറയപ്പെടുന്നു. അപ്പോ ഇത്രയും കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. ഇതിൽ ഏതാണ് ഐതിഹ്യം, ഏതാണ് യാഥാർത്ഥ്യം? ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുന്നത്. ഒരു വശത്ത് കരിന്തണ്ടന്റെ ആത്മാവിനെ ബന്ധിച്ചിരിക്കുകയാണ് ഈ ചങ്ങലകൾ എന്ന ഐതിഹ്യം പറയുന്നു. പക്ഷേ ചരിത്രം പരിശോധിച്ചാൽ കരിന്തണ്ടൻ എന്ന പേരിൽ ഒരാൾ ഉണ്ടായിരുന്നോ എന്നതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. ബ്രിട്ടീഷുകാർക്ക് ഗോത്രവർഗക്കാരുടെ സഹായം കിട്ടിയിരുന്നോ എന്നതിന് രേഖകളുണ്ട്, അത്രമാത്രം. ഇനി മറ്റൊരു തിയറിയുമുണ്ട്. റോഡിന് കേടുപാടുകൾ വരാതിരിക്കാൻ മരത്തിന്റെ വേരുകളെ നിയന്ത്രിക്കാനാണ് ഈ ചങ്ങല വെച്ചതെന്ന്. അപ്പൊ സത്യമേതാണ്? സത്യം എന്തു തന്നെയായാലും കരിന്തണ്ടൻ എന്ന ആ ഓർമ്മ ഇന്നും വയനാട്ടിലെ മായാതെ നിൽക്കുന്നുണ്ട്. അതൊരു വെറും കഥയല്ല. ഇന്നത്തെ കേരള ടൂറിസത്തിന്റെ ഒരു പ്രധാന ആകർഷണമാണ്, അല്ലേ? പക്ഷേ അതിലുമുപരി പണിയ ഗോത്രക്കാർക്ക് കരിന്തണ്ടൻ അവരുടെ വീരനാണ്. കൊളോണിയൽ ഭരണത്തോടുള്ള ചെറുത്തുനിൽപ്പിന്റെയും തദ്ദേശീയമായ അറിവിന്റെയും ഒരു പ്രതീകമായിട്ടാണ് പലരും ഈ കഥയെ കാണുന്നത്. പാട്ടുകളിലും കലാരൂപങ്ങളിലുമൊക്കെ ഈ കഥ ഇന്നും ജീവിക്കുന്നു. പ്രത്യേകിച്ച് പണിയ സമുദായത്തില് കരിന്തണ്ടൻ പേടിക്കേണ്ട ഒരു പ്രേതമേ അല്ല, മറിച്ച് ഓർമ്മിക്കപ്പെടേണ്ട, ആദരിക്കപ്പെടേണ്ട ഒരു നായകനാണ്. കൊളോണിയൽ ശക്തികളാൽ ചതിക്കപ്പെട്ട ഒരു രക്തസാക്ഷിയായിട്ടാണ് അവരദ്ദേഹത്തെ കാണുന്നത്. അവരുടെ ഉത്സവങ്ങളിലും പാട്ടുകളിലുമെല്ലാം കരിന്തണ്ടൻ ഇന്നും ജീവിക്കുന്നു. അപ്പോ അവസാനം നമ്മള് ഈ ചോദ്യത്തിന് മുന്നിൽ വന്നു നിൽക്കുകയാണ്. ആരായിരുന്നു കരിന്തണ്ടൻ?
തന്റെ നാടിന് പുതിയ വഴികൾ തുറന്നുകൊടുത്ത ഒരു വീരനായിരുന്നോ അതോ കൊളോണിയൽ ഭരണത്തിന്റെ ക്രൂരതയ്ക്ക് ഇരയായ ഒരാളോ? ഒരുപക്ഷെ രണ്ടുമായിരിക്കാം, അല്ലേ? ആ ഉത്തരം ഒരുപക്ഷെ ആ ചങ്ങലമരത്തിൽ ആ ആത്മാവിനോടൊപ്പം ഇന്നും ഒരു രഹസ്യമായി തുടരുന്നുണ്ടാവാം.